ഒരു പോലീസുകാരൻ മാങ്ങ മോഷ്ടിച്ച കേസ് ഓർമ്മയുണ്ട്. അന്ന് മാങ്ങ മോഷ്ടിച്ചത് കേരള പോലീസിന്റെ ഇമേജ് മോശമാക്കിയെന്ന കാരണത്താൽ അയാളെ സർവീസിൽ നിന്ന് ഡിസ്മിസ് ചെയ്തു. പക്ഷെ ആളുകളെ ലോക്കപ്പിലിട്ട് ഇടിച്ചു കൊല്ലുന്ന പോലീസുകാർക്ക് കിട്ടുന്നത് ഏതാനും മാസത്തെ സസ്പെൻഷൻ മാത്രം. അവരെ ഡിസ്മിസ് ചെയ്യുന്നില്ല. റീസെന്റ് ഒരു മാളിൽ വെച്ച് പോലീസുകാരനെ തല്ലിയ കേസിൽ വരുന്ന കമന്റ്സിൽ എത്രമാത്രമാണ് ആളുകൾ ഈ പോലീസിനെ തല്ലിയതിനെ സപ്പോർട്ട് ചെയ്യുന്നത്. കാരണം പോലീസ് ബ്രൂട്ടാലിറ്റിയുടെ ഒരുപാട് ഇൻസിഡൻസ് നമ്മൾ ഈ അടുത്തിടയ്ക്ക് കണ്ടു. ഒരു പ്രഗ്നന്റ് ലേഡിയെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് പോലീസുകാരൻ തല്ലുന്നു. ന്യൂ ഇയർ പാർട്ടിക്കിടെ DJ-യുടെ എക്യുപ്മെന്റ്സ് ചവിട്ടി പൊട്ടിക്കുന്നു. ഒരു ഹോട്ടൽ ജീവനക്കാരനെ സ്റ്റേഷനിൽ വെച്ച് മാറി മാറി കർണത്തടിക്കുന്നു. തുടങ്ങി പലതും. ഓരോ ഇൻസിഡൻസ് വരുന്നു, അത് ആളുകൾ മറന്നു കഴിയുമ്പോൾ വീണ്ടും പുതിയ ഇൻസിഡൻസ് ഉണ്ടാകുന്നു. ഇന്ന് നമ്മുടെ കേരള പോലീസിലെ 100 പേരെ എടുത്താൽ അതിൽ അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും ക്രിമിനൽ കേസിലെ പ്രതിയോ ക്രിമിനൽ നടപടി ഫേസ് ചെയ്യുന്ന ആളോ ആണ്. എത്ര സീരിയസ് ആയിട്ടുള്ള ക്രൈംസ് ചെയ്താലും ഈ പോലീസുകാർക്ക് പക്ഷെ തക്കതായിട്ടുള്ള ശിക്ഷ കിട്ടുന്നില്ല. ഫോർ എക്സാമ്പിൾ, വാരാപ്പുഴയിൽ വെച്ച് ആള് മാറി അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി പോലീസ് സ്റ്റേഷനിൽ മർദ്ദിച്ചു കൊന്ന ശ്രീജിത്തിന്റെ കേസ് നോക്കിയാൽ ഏതാനും ചില പോലീസുകാർക്ക് സസ്പെൻഷൻ കിട്ടി, പക്ഷെ അവരെ തിരിച്ച് ഡ്യൂട്ടിയിലേക്ക് എടുത്തു. ഈ കേസിന്റെ വാദം ഇത്രയും വർഷം കഴിഞ്ഞിട്ടും ഇതേവരെ സ്റ്റാർട്ട് പോലും ചെയ്തിട്ടില്ല. പോലീസുകാരുടെ ഈ ബ്രൂട്ടാലിറ്റിക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് ഇന്ന് എന്തെങ്കിലും ആക്ഷൻ എടുക്കാൻ ആകെ പവർ ഉള്ളത് ഗവൺമെന്റിനാണ്. നമ്മുടെ ഗവൺമെന്റിലുള്ള പല പൊളിറ്റീഷ്യൻസും പണ്ട് ഈ പോലീസ് ബ്രൂട്ടാലിറ്റിക്ക് ഇരയായവരുമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കേസ് നോക്കിയാൽ അദ്ദേഹത്തിനെ പണ്ട് എമർജൻസി പീരീഡിൽ ക്രൂരമായിട്ട് പോലീസുകാർ മർദ്ദിച്ചിട്ടുണ്ട്. മന്ത്രി P. രാജീവിന്റെ കേസിൽ അദ്ദേഹം പലവട്ടം പോലീസ് ലാത്തിചാർജിന് ഇരയായിട്ടുണ്ട്. പക്ഷെ ഇവരൊക്കെ അധികാരത്തിൽ വന്നപ്പോൾ അവർക്ക് പോലീസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതാണോ അതോ ഇനി ചെയ്യാത്തതാണോ? എന്തായാലും ഗവൺമെന്റ് കുറച്ചുകൂടി പവർഫുൾ ആയിട്ട് സ്റ്റേൺ ആയിട്ടുള്ള ഒരു ആക്ഷൻ എടുത്താൽ മാത്രമേ ഈ പോലീസ് ബ്രൂട്ടാലിറ്റി കേരളത്തിൽ എൻഡ് ചെയ്യാൻ പറ്റൂ.